ഞങ്ങൾ കുമ്പത്തിൽ നട്ട ചേനകളൊക്കെ മുളച്ചിട്ട് വളർന്ന് ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ചേനകളും മുളച്ചിട്ടുണ്ട് ഈ വർഷം. നട്ടതെല്ലാം മുളച്ച് ഇതാ ഈ പരുവത്തിലുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 4 മാസത്തോളമായി നമുക്ക് ചേന ഇത്രയും വളർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചേന നടുന്ന വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. നടുന്ന സമയത്തൊക്കെ പല കമന്റുകളും വന്നിരുന്നു. നമ്മൾ നടുന്നതൊക്കെ നമ്മൾ നട്ടത് തന്നെ വെണ്ടയ്ക്ക് ഇടവേളയായിട്ടാണ്. അന്ന് ഇവിടെ വെണ്ട ആയിരുന്നു ഫുള്ള്. ആ വെണ്ടയൊക്കെ ഇതുപോലെ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ വെണ്ടയ്ക്ക് അതൊക്കെ വെട്ടി കളഞ്ഞ വെണ്ടയാണ്. ഇപ്പൊ അതൊക്കെ മൂത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വെണ്ടകളാണ്. അതൊക്കെ ഒന്ന് കള വെട്ടി കൊടുത്തിരുന്നു. അപ്പം വെണ്ടയ്ക്ക് ഇടവേളയായി ചെയ്തുകൊണ്ട് നമ്മൾ ആ സമയത്ത് കുഴിയെടുത്തത് നടുന്നൊക്കെ കാണിച്ചിരുന്നു. അപ്പം പല കമന്റുകളും വന്നിരുന്നു നമ്മൾ നട്ടതിന്. ഇവന് നടാൻ അറിയില്ല, ഇവൻ മണ്ടത്തിലാണ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ അന്നൊന്നും നമ്മൾ തിരിച്ചൊന്നും അതിന് റീപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. നമുക്കറിയാം നമ്മൾ നട്ട ചേന മുളയ്ക്കുന്നു. ഞാനൊക്കെ ഏകദേശം 5 വർഷത്തോളായി സ്ഥിരമായിട്ട് ചേന നടുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ മുളയ്ക്കുന്നൊക്കെ. അപ്പൊ അവർക്കുള്ളൊരു അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. എന്താ വെച്ചാൽ എല്ലാ ചേനയും ഒരേപോലെ മുളച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ചേനയെ പറ്റി അധികം അറിയാത്തവരും അങ്ങനത്തെ കമിഴ്ത്തി നട്ടതിന് പ്രശ്നം. നമ്മൾ മുള നോക്കി കറക്റ്റ് കമിഴ്ത്തി നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് കറക്റ്റായിട്ട് അതുപോലെ തന്നെ എല്ലാം മുളച്ചിട്ടുണ്ട്. ഇവിടെ മുളയ്ക്കാത്ത കുറച്ച് സ്ഥലം വന്നത് തന്നെ നമ്മളവിടെ ചീര ആയതുകൊണ്ട് അന്ന് അവിടെ നട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ഇടയ്ക്കുള്ള കളകളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. അതൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിന് അരിക്ക് കയറ്റണം. അപ്പൊ കർക്കിടത്തിലാണ് അരിക്ക് കയറ്റല്. അപ്പം ഈ വർഷം മഴ നിൽക്കാതെ പെയ്യുന്നതുകൊണ്ട് എപ്പോ ഗ്യാപ്പ് കിട്ടുന്നോ അപ്പൊ ജൈവവളം നല്ല ആട്ടിൻകാഷ്ടവും നമ്മുടെ ഫാമിലെ ആടുകൾക്ക് വെള്ളം ചൂടാക്കുന്നതിന്റെ വെണ്ണീരുണ്ടാവും, അതും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലോണം ചോട്ടിൽ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് കയറ്റണം. മണ്ണ് കയറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ചേന നല്ല രീതിയിൽ വലിപ്പം വെച്ച് കിട്ടുള്ളൂ. പിന്നെ ഈ ചേന കുമ്പത്തിൽ നടാനുള്ള പ്രധാന കാരണം തന്നെ നമുക്ക് ചിങ്ങത്തിൽ വിളവെടുക്കാനാണ്. നമുക്ക് ഓണസമയത്ത് ഓണച്ചന്തയിൽ എത്തിക്കാനാണ് നമ്മൾ നേരത്തെ തന്നെ ഈ ചേന നട്ടത്. ഇത് നട്ടത് തന്നെ നമ്മളെ വീടിനോടും ഫാമിനോടൊക്കെ ചേർന്ന് നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെയാണ്. എന്ന് വെച്ചാൽ പന്നിയുടെ ശല്യം കൂടുതലുള്ളതുകൊണ്ട് തോട്ടത്തിനുള്ളിലൊക്കെ നട്ട് കഴിഞ്ഞാൽ പന്നി കുത്തുന്ന പ്രശ്നമുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മുറ്റത്ത് തന്നെയാണ് നട്ടിട്ടുള്ളത്. എന്താ വെച്ചാൽ എപ്പോഴും പേടിയാണ്, എപ്പോഴാ പന്നിയുടെ ശല്യം ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ലൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് അത്രയും ചുറ്റും നല്ല ഗ്രീൻ നെറ്റ് ഷെയ്ഡ് നെറ്റ് ഒക്കെ കെട്ടിയിട്ടാണ് ഈ ചേന ഇവിടെ നിർത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിത്തിനുള്ള ചേന വേറെ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് വൈകിയാണ് നട്ടിട്ട്. അത് നേരത്തെ തന്നെ കുമ്പത്തിൽ നട്ടിട്ടില്ല. അത് നമുക്ക് ഏകദേശം അടുത്ത വേനൽ തുടങ്ങുമ്പോഴേ കളയ്ക്കുള്ളൂ. അത് നമ്മൾ വിത്തിന് മാത്രം എടുക്കുന്ന ചേനയാണ്. അത് നമ്മൾ വിൽക്കാൻ എടുക്കൂല. വിൽക്കാനുള്ള ആവശ്യത്തിന് മാത്രം ആയതുകൊണ്ടാണ് ഇത് കുമ്പത്തിൽ നട്ടിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം എല്ലാ ചേനയും നല്ല വളർന്നുണ്ട്. എല്ലാത്തിനും വണ്ണം കണ്ടില്ല. നമ്മള് നട്ടതിന്റെ വിത്ത് അനുസരിച്ച് വലിയ ഇത് നട്ടതിന് അത്യാവശ്യം വണ്ണുള്ളത് വന്നിട്ട് ചെറിയ കിഴങ്ങ് നട്ടതിന് കുറച്ച് വണ്ണം കുറവുണ്ട്. പക്ഷെ ഇതൊക്കെ നല്ല മണ്ണ് കയറ്റി കൊടുത്തതിലൊക്കെ ഒരേപോലെ തന്നെ ഇതൊക്കെ നല്ല വലിയ കഷ്ണം നട്ടതിനുണ്ടായ ചേനയാണ്. നല്ല വണ്ണുണ്ട്. ഇതൊക്കെ നല്ല വലിയ കിഴങ്ങ് ചേനേനെ കിട്ടും നമുക്ക് മണ്ണ് ഇട്ട് കൊടുത്താലൊക്കെ. അപ്പൊ ഈ ചേനകളൊക്കെ ഇനി 2 മാസം കൊണ്ട് വിളവെടുക്കും. അപ്പോഴത്തേക്ക് ചിങ്ങമാസാവും. ചിങ്ങം പകുതി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓണം വരും. ഓണത്തിന് വിളവെടുക്കാനുള്ളതാണ് ഈ ചേനകളൊക്കെ. അപ്പൊ ഇതിനി അരിക്ക് കയറ്റി കൊടുക്കുന്നതും ജൈവവളം ഇട്ട് കൊടുക്കുന്നതൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്.